അപ്പോഴിതാ കൂട്ടുകാരെ, നമ്മുടെ ചോറ്റുപാത്രം ഇവിടെ റെഡിയായി. ഉച്ച സമയമായപ്പോഴത്തേനെ അപ്പോഴേ അത്തപ്പൂ ഇട്ട മാതിരിയൊക്കെ ചുറ്റിനൊക്കെ സുപ്പ് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴൊരു 3-4 കൂട്ടം കറിയാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാത്രത്തിൽ. ചോറുണ്ട്, മോരുകറിയുണ്ട്, പപ്പടക്കുട്ടനുണ്ട്. ഞാൻ മോരിൻ്റെ മേലിലോട്ട് പപ്പടം എടുത്ത് വെച്ച് അങ്ങ് ആറിപ്പോയി. പിന്നെ പയറ് തോരൻ, ചൂരമീൻ കറി, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ കണ്ണിമാങ്ങ, മീൻ വറുത്തത്, ഒരു ചെറിയ പീസ്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങിയാലോ. ചുറ്റുപാത്രം നമുക്ക് കളിയാക്കേണ്ട പിള്ളേരെ. സമയമൊന്നുമില്ല, നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതിയെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോഴെല്ലാവരും ചോറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഉച്ച സമയമായില്ലേ, 1 മണി അല്ല 2 മണിയായി കേട്ടോ. ഞാൻ ലൈവിലൊക്കെ ഇച്ചിരി നേരം ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ചോറ് വന്നത് കേട്ടോ. മോര് നല്ല അടിപൊളി പുളി, ഒന്നും പറയണ്ട എൻ്റെ സാറേ. നല്ല അടിപൊളി പച്ച ചൂരം കിടും. ഒത്തിരി കറിയുണ്ടല്ലോ അല്ലേ, മതി. ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. സ്വന്തം വീട്ടിൽ പോകുമ്പം പെണ്ണുങ്ങളെല്ലാം നേരത്തെ ജോലി ഒതുക്കി, എന്ന് വെച്ചാൽ പോകണ്ടേ, നമുക്ക് പോകാനുള്ള ഒരു ഇത്. നേരത്തെ ജോലി ഒതുക്കി. എൻ്റെ പൊന്നെ, എന്തിനു തുള്ളിച്ചാട്ടോ. നിങ്ങളങ്ങനെ തുള്ളിച്ചാടുന്നവരാണോ? പിന്നെ ഞാൻ തുള്ളിച്ചാടും കേട്ടോ. സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ തുള്ളിച്ചാടും. എന്തായാലും ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ അവിടെ ചെന്നെന്താ അമ്മ ഉണ്ടാക്കിയത് എല്ലാ ചട്ടികളും പൊക്കി നോക്കലാണ് പരിപാടി. സത്യമല്ലേ? നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചെല്ലുമ്പോഴേ പറയും ചോറുന്ന്. അതിന് പോകുന്ന ദിവസം ഇവിടുന്ന് വേറെ കാലിയാക്കിയിട്ടോ ഞങ്ങളൊക്കെ പോകാറ് കേട്ടോ. സത്യം, എല്ലാം വെച്ചിട്ടായിരിക്കും പോകുന്നത് ഇവിടുന്ന്. പക്ഷേ ഒന്നും കഴിക്കത്തില്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എൻ്റെ ചേട്ടത്തി ഞാൻ പറയാം, അവളും കഴിക്കത്തില്ല. വീട്ടിൽ ചെന്ന് കഴിക്കും. അതൊരു സന്തോഷമല്ലേ അല്ലേ? വീട്ടിൽ ചെന്ന് കഴിക്കാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോണം കേട്ടോ. ഞങ്ങളൊക്കെ കഴിച്ചിട്ടേ വരത്തുള്ളൂ. ഇന്നലെ അവിടെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു. ചീനി ചിക്കൻ ഉത്സവമൊക്കെ ആയിരുന്നേ. നാളെ ഇപ്പം എനിക്ക് പാനെടുക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഇന്ന് വന്നു. എല്ലാ അമ്പലത്തിനും ഒരുപോലെ ഉത്സവം വന്നു കേട്ടോ. നമ്മൾ എവിടെയൊക്കെ പോകും അല്ലേ? പോയ തക്കത്തിനുണ്ടോ മഴയും പെയ്തു. അവിടെയൊക്കെ മഴ പെയ്തില്ല, ഇവിടെയൊക്കെ നല്ല പെയ്ത്തായിരുന്നു. അതുകൊണ്ട് ചൂട് ഇന്ന് ഞാൻ വീശിയതേ ഇല്ല. മറ്റേ ലൈവിലിരിക്കുമ്പോൾ ഞാൻ വീശാണ്. ഇന്ന് ഞാൻ വീശിയതേ ഇല്ല കേട്ടോ. നല്ലൊരു തണുപ്പുണ്ട്, ഒരു ചൂടൊക്കെ മാറി. കണ്ണിമാങ്ങ എനിക്കും കിട്ടി കേട്ടോ അച്ചാറിടാൻ. ചേച്ചിമാരെല്ലാം കൊതുപ്പിരുന്തുവാ. കണ്ണിമാങ്ങ അച്ചാറിട്ട് കാണിക്കുക. അങ്ങനെ എനിക്കും കുറച്ച് കിട്ടി കേട്ടോ അത് അച്ചാറിടണമെങ്കിൽ. ഇത് കണ്ണിമാങ്ങ കൂടുതലായിട്ട് കഴിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്ത് കുഴപ്പം വരാനല്ലേ? ആരെങ്കിലും ചെയ്യും പപ്പടത്തിൻ്റെ മോര് കറിയുടെ മേലിലോട്ട് പപ്പടം എടുത്ത് വെച്ചു ശല്യപ്പോയി. സാരമില്ല.
തണുത്തു. എല്ലാവർക്കും എന്തായിരുന്നു കൂട്ടാനും കറിയും കമന്റ് അയക്കണേ. നമ്മുടെ ഗ്യാസ് മാമന്മാർ വന്നു കേട്ടോ. ഞാൻ തിരക്കിയിരുന്നത് തീരാറായി. എപ്പോഴാണ് തീരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നോക്കിയിരുന്ന് എന്തായാലും വന്നു. അവർ വന്നു കഴിഞ്ഞാൽ ചോറ് എടുത്തത് ഞാൻ കേട്ടോ. അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് അങ്ങോട്ട് ഓടണം. അത് വേണ്ട, എടുത്തിട്ട് സമാധാനപരമായി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ചോറൊന്നുമില്ല കേട്ടോ, ഇച്ചിരി ചോറേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കല്ലേ എൻ്റെ കുഞ്ഞു വയറ് നിറയണ്ട പിള്ളേരെയും ഒന്നും കഴിക്കാതിരുന്നാൽ ഞാനെന്താ? ഇച്ചിരി വയറൊക്കെ നിറയണ്ടേ? വയറുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പട്ടിണി കിടക്കാനൊക്കെ കഴിക്കാതിരിക്കാനൊക്കെ. അത് ചിലർക്കൊക്കെ വയറുണ്ടാവും കേട്ടോ, അത് സാരമില്ല. ചിലർക്കൊക്കെ വയറുണ്ടാവും അല്ലേ? ഇപ്പം കണ്ടിച്ച് കളയാനൊക്കത്തില്ലല്ലോ നമ്മുടെ വയറല്ലേ. അവിടെ ഇരിക്കട്ടെ. കണ്ണിമാങ്ങ അവൻ അങ്ങോട്ട് ഉപ്പൊക്കെ പിടിച്ച് സെറ്റായി. അടിപൊളി. ഞാൻ ചുമ്മാ പരിട്ടയില്ല എൻ്റെ ചോറ്റ് പാത്രം. ഇതല്ല സംഭവം ചോറ്റ് പാത്രം. ഇങ്ങനെ അടുക്ക് പാത്രം ഉണ്ടല്ലോ, പണ്ട് ഈ വയലിലൊക്കെ ജോലിക്ക് പോകുന്നവർ കൊണ്ടുപോകുന്ന തൂക്കുള്ള ഒരു സംഭവമില്ല ചോറ്റ് പാത്രം ഒന്നേ. അതാണ് കറക്റ്റായിട്ട് ചോറ്റ് പാത്രം. ചുമ്മാ ഇട്ടേക്കും കേട്ടോ എൻ്റെ ചോറ്റ് പാത്രമൊന്നും. അതോ ചോറ് പാത്രമൊന്നും മതിയോ? എന്തായാലും കിടക്കട്ടെ അല്ലേ. ഞാൻ ഇന്നലെ ഒത്തിരി സംഭവം വാങ്ങിട്ടോ. വീട്ടിൽ പോയപ്പോൾ എന്തൊക്കെയാണോ, നെല്ലിക്കാപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഡൈക്ക് തലയിലിടാൻ നെല്ലിക്കപ്പൊടി 2 വാങ്ങിച്ചു. ഇത് മഞ്ചിസ്റ്റ, ഇതിനകത്ത് മഞ്ചിസ്റ്റ എന്ന് എഴുതിയിരിക്കുന്നത്. മഞ്ചിഷ്ട എന്ന പേര് കേട്ടോ, മഞ്ചിഷ്ട. ഇതിലേക്കത് തെറ്റായിട്ടാണ്. മഞ്ചിഷ്ട ഇങ്ങനെയല്ല എഴുതേണ്ട. ഇത് മഞ്ചിസ്റ്റ എന്നായിപ്പോയി. രഞ്ജുവിൻ്റെ ഇഞ്ച മഞ്ചിഷ്ട അതും വാങ്ങിച്ചു. മുഖത്തിനാനേ മുഖം വെളുപ്പിക്കണ്ടേ. നോക്കിയപ്പോൾ ഒന്നുമില്ല. നമ്മുടെ വീഡിയോ ഒത്തിരി ഇങ്ങനെ കിടന്നു കേട്ടോ. അതെല്ലാം എടുക്കും. മറ്റേ ഞാൻ ചോറുണ്ട് കഴിഞ്ഞു പാത്രം ഒരു നമ്മുടെ മുളകും മാങ്ങാണ്ടിയും മാത്രം കിട്ടും. ഞാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല. വീഡിയോ ഇതായി ക്ലീൻ ചെയ്യാൻ. അപ്പോഴത്തെ ഇത് മഞ്ചിഷ്ട കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ ഇടാൻ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും വാങ്ങിച്ചൊക്കെ ഇടണം. ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. മഞ്ചിഷ്ട ഇത് തെറ്റാണ് എഴുതി വെച്ചേക്കുന്നത്. മഞ്ചിഷ്ട എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് കളർ ചെയ്യാൻ സമയമായി, മുടിയൊക്കെ കളർ ചെയ്യാൻ സമയമായി കേട്ടോ. ഞാനിതേപോലെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മുടിയിലൊക്കെ തേച്ച് ഇതാ ചെയ്യുന്നത് കേട്ടോ. നമ്മളല്ലാതെ നമ്മുടെ മറ്റേ ഇതല്ല ചെയ്യുന്നത് കേട്ടോ. എന്തായാലും പറയുന്നത് നമ്മുടെ മറ്റെന്തോ പേര് പറയുന്നത് ഡൈ ചെയ്യുന്നത്. ഞാൻ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളിട്ടാണ് ഡൈ ഒക്കെ അടിക്കുന്നത്. മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇനിയിട്ട് തേക്കണം, പേരട്ടണം, മുടിക്ക് കളറൊക്കെ ഇച്ചിരി. ഞാൻ 2 ആഴ്ച ആയിരുന്നു ചെയ്തിട്ട്. ഇവിടെയൊക്കെ വെച്ച് കളറൊക്കെ മാറി വരുന്നു.
അപ്പോൾ നമ്മൾ ഈ നര വരുന്നത് വരെ ഇരിക്കരുത്, അതിന് മുന്നേ നമ്മൾ പുരട്ടി പോകണം കേട്ടോ. ഇതൊക്കെ സംഭവങ്ങൾ മുഖത്താണെങ്കിലും നമ്മൾ ടിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിലും അതങ്ങോട്ട് നമ്മൾ തുടർച്ചയായിട്ടൊക്കെ അങ്ങോട്ട് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോഴെല്ലാ കാര്യങ്ങളും തുടർച്ചയായിട്ടൊക്കെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ വാങ്ങിച്ചത് എത്രയും പിന്നെ നമുക്ക് നാളെയോ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് പാത്രം ഇവിടെ കാലിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. വേറൊന്നുമില്ല, നമ്മുടെ വിശേഷങ്ങളൊക്കെ എന്താ, ഒത്തിരി വിശേഷങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ക്ഷീണം, ഇന്നലെ ഉറക്കം നിൽക്കുന്നു. ഇന്നലെ കഥ പറച്ചിലായിരുന്നു. നമ്മുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കഥ പറയുമല്ലോ, നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കഥ പറയുമല്ലോ. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ബാക്കി ഉറക്കം നിൽക്കുന്നു. ഞാൻ ചുമ്മാ നമ്മൾ ഈ കള്ളപ്പൂച്ച ഇങ്ങനെ ചെറുതായിട്ട് കണ്ണടച്ച് ഇങ്ങനെ കിടക്കൂല, അതേപോലെ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ വരട്ടെ കേട്ടോ. ക്ഷീണം ഉറക്കം നിൽക്കുന്നതിൻ്റെ ക്ഷീണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പൊക്കെ ഓരോന്നൊക്കെ സുപ്പ് കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി ദിവസമായി ഞാൻ ടിപ്പൊക്കെ നിങ്ങളെ കാണിച്ചിട്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ. വെളുപ്പക്കാലത്തൊക്കെ തേക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ കാണിക്കാത്തത്. ഞാൻ വെളുപ്പിന് 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിക്കും. അപ്പോൾ അത് 5:15 ആകുമ്പോഴത്തേന് ഞാൻ പായ്ക്കിട്ട് ഞാൻ കുളിക്കും കേട്ടോ. അപ്പോഴത് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴോരോ ടിപ്പുകളുമായിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോഴതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.